ഇതാണ് നമ്മുടെ സ്നോ വേൾഡ് തൃശ്ശൂരുള്ള പിന്നെ ഫാൻറ്റസി വേൾഡിനോട് ചേർന്നിട്ടുള്ള സ്നോ വേൾഡ് എന്ന അതിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പിന്നെ സെൻറ്റർ തന്നെയാണ് നമ്മുടെ ഈ സ്നോ വേൾഡ്. സിൽവർ സ്റ്റോമിൻ്റെ കൂടെയാണ് ഇതുള്ളത്. കുട്ടികളൊക്കെ അതിനകത്ത് കളിക്കുന്നുണ്ട്. കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞാണ്, ശരിക്കുള്ള മഞ്ഞൊന്നും അല്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന മഞ്ഞ്. ഇത് ശരിക്കുള്ള സാധനമൊന്നുമല്ല, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞാണ് ഇവിടെ ഉള്ളത്. പിന്നെ വളരെ മനോഹരമായി അടുക്കും ചിട്ടയോട് കൂടിയിട്ട് അതിന് ഉൾവശമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെയറുകളും കയറാനുള്ള സംവിധാനങ്ങളും ഒക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കൂ, ഇതാണ് നമ്മൾ കാണുന്ന മറ്റൊരു വശം. കുട്ടികളങ്ങനെ അതിലൂടെ ഉരുതി വരുന്ന ഒരു ഇതൊക്കെ അതിനകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. വലിയ ആളുകളും കുട്ടികളും പിന്നെ മുകളിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഊഞ്ഞാലും യന്ത്ര ഊഞ്ഞാലും അതുപോലെ തന്നെ കുട്ടികൾ അതിൽ ഇരുന്നിട്ടിങ്ങനെ ഉരുതി വരിക. ആ ഒരു രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 45 മിനിറ്റാണ് ഇതിനകത്തേക്ക് ഉള്ളത്. പിന്നെ സിൽവർ സ്റ്റോമിൻ്റെ ഒപ്പമുള്ള ചാലക്കുടി തന്നെയുള്ള ഒരു സ്നോ വേൾഡ് എന്ന പേരിൽ സംവിധാനിച്ചിട്ടുള്ള പൈസ കുറച്ച് കൂടുതലാണ്. 400 ചില്ലാനും രൂപയാണ് ഈ 3/4 മണിക്കൂർ അവർ ഈടാക്കുന്നത്. എന്നാൽ പോലും കുട്ടികളായി പാക്കേജിൽ വരുമ്പോൾ ചെറിയ ഇളവുകളുണ്ട്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്.